സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണം. രാത്രിയിൽ പീക്ക് സമയത്ത് നിയന്ത്രണം ഉണ്ടായേക്കാമെന്ന് KCB അറിയിച്ചു. ഇന്ന് മുൻ ദിവസങ്ങളെക്കാൾ 500 മെഗാവാട്ട് വരെ ഉപഭോഗം കൂടിയേക്കാമെന്നാണ് കണക്കുകൂട്ടൽ. വൈദ്യുതി പ്രതിസന്ധി തുടരുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. എത്ര കാലം പ്രതിസന്ധി ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. വൈദ്യുതിയുടെ ഉപയോഗത്തിൽ വൻ വർധനവ് എന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ വർഷം നമുക്ക് ആവശ്യമായിരുന്നത് 3500 മുതൽ 3600 വരെ മെഗാവാട്ട് വൈദ്യുതി ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് 1000-ലധികം മെഗാവാട്ട് 4600 മുതൽ 4800 വരെ മെഗാവാട്ടായിട്ട് വൈദ്യുതിയുടെ ഉപയോഗത്തിൽ വർധന വന്നിട്ടുണ്ട്. എന്നാൽ ഉൽപാദനം കഴിഞ്ഞ വർഷം 45 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം 17-18 ദശലക്ഷം യൂണിറ്റ് ആയിട്ട് അത് കുറഞ്ഞിട്ടുണ്ട്. കാരണം വെള്ളത്തിന്റെ ലഭ്യത വല്ലാതെ കുറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ ജലസംഭരണികളിലെ ജലനിരപ്പ് 60% ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് പകുതിയിൽ താഴെ 28% കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉൽപാദനത്തിലെ വലിയ കുറവ്, ഉപഭോഗത്തിലെ വലിയ വർധനവ്, ഇതാണ് പ്രതിസന്ധിയുടെ കാരണം. ജലസംഭരണികളിലെ ശേഷി കുറഞ്ഞതും ഉപഭോഗം വർദ്ധിച്ചതുമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് മന്ത്രിയുടെ വിശദീകരണം. അതിനിടെ പ്രതിസന്ധി മറികടക്കാൻ KCB നടപടി തുടങ്ങി. സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് 200 മെഗാവാട്ട് വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. വൈദ്യുതി പ്രതിസന്ധിയിൽ സർക്കാരിനെതിരെ വലിയ വിമർശനമാണ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ജനങ്ങളിൽ നിന്നും ഉയരുന്നത്. വൈദ്യുത മന്ത്രിയെ ട്രോളിയും രൂക്ഷമായി വിമർശിച്ചും പലരും രംഗത്തെത്തി. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം UDF സർക്കാരിന്റെ ദീർഘവീക്ഷണമില്ലായ്മ എന്ന് മുൻമന്ത്രി MM മണി വിമർശിച്ചു. ഉപഭോഗം കൂടിയെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വൈദ്യുതിയാണോ ഭക്ഷിക്കുന്നത്? ഏത് സർക്കാർ, ഏത് മന്ത്രിയാണ് പറഞ്ഞത്? പിന്നെ അയാൾക്കതേ സംബന്ധിച്ച് വേണ്ടത്ര ധാരണയില്ലാത്തതുകൊണ്ടോ? കാരണം ഇവിടെ വൈദ്യുതി ആവശ്യത്തിന് ഉണ്ടാക്കുന്നില്ല. നമുക്ക് ആവശ്യമുള്ളതിൻ്റെ 40% ചില്ലറയെ ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി വിവിധ കരാറിൽ കൂടി വൈദ്യുതി വാങ്ങിയാണ് സമ്പൂർണ്ണ വൈദ്യുതീകരണം പോലും കേരളത്തിൽ LDF ഗവൺമെൻറ് നടത്തിയത്. അല്ല, ഇവിടെ വൈദ്യുതി ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടല്ല. അപ്പം ഇവർക്കുള്ള വൈദ്യുതി വാങ്ങാൻ എന്തായിത്ര മെനക്കേട്? ഇപ്പം തന്നെ താപനിലയങ്ങളുമായി ബന്ധപ്പെട്ടതുമായി കരാറുണ്ടാക്കിക്കൊണ്ട് ഈ പ്രതിസന്ധിയിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ നടപടിയെടുക്കണം. അല്ലാതെ എന്തെങ്കിലും പറഞ്ഞ് കേരളത്തെ മുഴുവൻ ഇരുട്ടാക്കിയിട്ട് നെഞ്ചത്തടിച്ച് അയ്യോ ബാബയോ ദൈവോ എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. കാര്യവിവരം വേണം. വിവരങ്ങളുമായി ജോയ്മോൻ ജോസ് ചേരുകയാണ്. ജോയ്മോൻ, ഇതിവിടെ 3 ദിവസമായി നമ്മൾ മലയാളികളെല്ലാവരും ഇരുട്ടത്തിരിക്കുകയാണ്. ഇവിടെ പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം എന്തെന്നാൽ മഴ കുറയും, വൈദ്യുതി ലഭ്യത ഉണ്ടാകില്ല എന്ന് നേരത്തെ കൂട്ടി മനസ്സിലാക്കിയിട്ടും അതിനുവേണ്ട യാതൊരു നടപടിക്രമങ്ങളും സർക്കാർ പാലിച്ചില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി എന്നുള്ളതാണല്ലോ. തീർച്ചയായും ലിനിഷ, സംസ്ഥാനത്തിന് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഈ വൈദ്യുതി നിയന്ത്രണം അല്ലെങ്കിൽ ഈ ലോഡ് ഷെഡിങ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ ആരംഭിച്ച വൈദ്യുതി നിയന്ത്രണം ഇന്നും തുടരുമെന്നാണ് KCB അറിയിച്ചിരിക്കുന്നത്. കാരണം പീക്ക് സമയം, അത് വൈകുന്നേരങ്ങളിലെ പീക്ക് സമയങ്ങളായ 6 മണി മുതൽ 12 മണി വരെയുള്ള സമയങ്ങളിൽ ഈ ഉപഭോഗം, അതായത് വൈദ്യുതി ഉപഭോഗം 500 മെഗാവാട്ട് വരെ പോകും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു നിയന്ത്രണം അനിവാര്യമാണ്. അതാണ് നിയന്ത്രിക്കാണ്ട് ആവശ്യമായ ഉപയോഗത്തിനുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഉപഭോഗം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ടെന്നുൾപ്പെടെയുള്ള വിശദീകരണങ്ങളാണ് ഇപ്പോൾ KCBയും അതേപോലെ തന്നെ വൈദ്യുതി മന്ത്രിയും പറയുന്നത്. കാരണം എത്ര നാൾ ഈ അനിശ്ചിതത്വം അല്ലെങ്കിൽ ലോഡ് ഷെഡിങ് തുടരുമെന്നൊരു ചോദ്യം ഉന്നയിക്കുമ്പോഴത്തേക്ക് അതിന് വ്യക്തമായ ഒരു മറുപടി വൈദ്യുതി മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. കാരണം ഈ പ്രതിസന്ധിയെ മറികടക്കാൻ അല്ലെങ്കിൽ പ്രതിസന്ധിയെ മറികടക്കുന്നവരെ നിയന്ത്രണം ഉണ്ടായേ പറ്റൂ. നിയന്ത്രണത്തിൽ കുറഞ്ഞതൊന്നും ഇല്ലാണ്ട് ഈ വൈദ്യുതി ഉപഭോഗത്തും അതുപോലെ തന്നെ ഉൽപ്പാദനവും തമ്മിലുള്ള ഈ വ്യത്യാസം നമുക്ക് മുന്നോട്ട് അല്ലെങ്കിൽ ഒരു ഏകീകരിച്ച് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നാണ് വൈദ്യുതി മന്ത്രിയും അതുപോലെ തന്നെ KCBയും നൽകുന്ന വിശദീകരണം. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളായി ആരംഭിച്ച, അതായത് 7 മണി മുതൽ 12 മണിയുള്ള സമയങ്ങളിൽ 200 മെഗാവാട്ട് മുതൽ 400 മെഗാവാട്ട് വരെയാണ് വൈദ്യുതി ഉപഭോഗം സംസ്ഥാനത്ത് ഉണ്ടാകുന്നത്. എന്നാൽ ഈ കാലവർഷം, അതായത് നമുക്കറിയാം കാലവർഷം താരതമ്യേന അത് കഴിഞ്ഞ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയൊരു കുറവ് കാലവർഷത്തിനും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു സൂചന ആദ്യഘട്ടം മുതലുണ്ട്. അതായത് നമുക്കറിയാം, ആദ്യം ഈ മെയ് ജൂൺ മാസങ്ങളിൽ കാലവർഷം കുറഞ്ഞതോടുകൂടി തന്നെ ഇതിന് വേണ്ട ക്രമീകരണങ്ങൾ സംസ്ഥാനത്തിന്റെ വൈദ്യുതി മന്ത്രിയുടെ അല്ലെങ്കിൽ വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ അതും ഉണ്ടായില്ല. അതിലും ഒരു പാളിച്ച ഉണ്ടായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ആയാലും ഈ ജലസംഭരണികളിലെ ശേഷി
ഉറപ്പാക്കാൻ. അതായത് ഈ മഴയുള്ള സമയത്ത് ആവശ്യത്തിനുള്ള ജലം ശേഖരിക്കാത്തതും അതിനുശേഷം അനാവശ്യമായി തുറന്നുവിട്ടതും അതുപോലെ തന്നെ ഈ ഒരു പ്രതിസന്ധി മുൻകൂട്ടി കണ്ട് അല്ലെങ്കിൽ ദീർഘവീക്ഷണത്തോടുകൂടി പെരുമാറാൻ സാധിച്ചില്ല വൈദ്യുതി മന്ത്രിക്കും വകുപ്പിനും എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ പ്രധാനമായും ഉയർന്നു വരുന്നത്. അത് മുൻ വൈദ്യുതി മന്ത്രി എം എം മണി അടക്കമുള്ളവർ അതുപോലെ തന്നെ പല നേതാക്കളും പ്രതിപക്ഷ നേതാക്കളും അതോടൊപ്പം തന്നെ സാധാരണക്കാരും ഇപ്പോൾ ഈ തുടർച്ചയായി ഏകദേശം അരമണിക്കൂറിലധികം വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുന്നതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇത്തരത്തിൽ ലോകകപ്പ്, അത് നമുക്കറിയാം ലോകകപ്പിന്റെ അവസാന പോരാട്ടങ്ങൾ, അത് സെമി അടക്കമുള്ള പോരാട്ടങ്ങൾ നടക്കുന്നതിനിടെ വൈദ്യുതി നിയന്ത്രണം ഉണ്ടായതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ ചില അനർത്ഥ സംഭവങ്ങൾ വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് യുവാക്കളുടെ അതിക്രമത്തിൽ ഈ KSEB ജീവനക്കാർക്കടക്കം പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ പവർ കട്ടിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. വൈദ്യുതി മന്ത്രി പറയുന്നു, രൂക്ഷമായ ഭാഷയിൽ വൈദ്യുതി വകുപ്പിനെ മുൻ വൈദ്യുതി മന്ത്രിയായ എം എം മണി വിമർശിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ദീർഘവീക്ഷണക്കുറവും അതുപോലെ തന്നെ വകുപ്പിന്റെ അനാസ്ഥയുമാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് നാടിനെ തള്ളിവിട്ടതെന്നാണ് ഈ പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതോടൊപ്പം തന്നെ വി വസീഫ് അടക്കമുള്ളവരും ഇത്തരത്തിൽ വലിയ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വരുന്നുണ്ട്. എന്തായാലും ഈ ലോഡ് ഷെഡിംഗ് അല്ലെങ്കിൽ ഈ പവർ കട്ട് തുടരുന്ന സാഹചര്യത്തിൽ അതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അത് എങ്ങനെ സംസ്ഥാനത്തിന് കൂടുതൽ അനുപാതികമല്ല, സംസ്ഥാനത്തെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ളൊരു നിലപാടിൽ അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ മറികടക്കാൻ സാധിക്കും എന്നൊരു നീക്കമല്ല ആലോചനയാണ് KSEBയും അതുപോലെ തന്നെ വൈദ്യുതി വകുപ്പും. അതിനോടൊപ്പം തന്നെ ആയാലും ഇപ്പോൾ നിലവിലത്തെ നീക്കം അല്ലെങ്കിൽ KSEBയുടെ നീക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘകാല കരാറുകൾ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ KSEB മുന്നോട്ട് വെക്കുന്ന പ്രധാന ആശയം അല്ലെങ്കിൽ അതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഇതിന്റെ KSEBയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ആയാലും സോളാർ എനർജി കോർപ്പറേഷനിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനും തീരുമാനമായിട്ടുണ്ട്. അതായത് 25 വർഷത്തേക്കാണ് ഈ കരാർ, ഈ കമ്പനിയുമായിട്ടുള്ള കരാർ. ഈ കാലയളവിൽ തന്നെയായാലും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഏകദേശം 2.95 രൂപയ്ക്കായിരിക്കും ഈ വൈദ്യുതി വാങ്ങാൻ നിലവിൽ കരാർ ഒപ്പിട്ടിരിക്കുന്നത്. അത് ഇത്തരത്തിൽ ഈ കരാറിലൂടെ ഈ വൈദ്യുതി ഉപഭോഗത്തിൻ്റെയും അതുപോലെ തന്നെ ഉൽപ്പാദനക്കുറവും പരിഹരിക്കാനാവും. ഈ ലോഡ് ഷെഡിംഗ് അടക്കം ഒരു തരത്തിൽ ഇതിനെ ചെറുത്തു നിൽക്കാനാവും എന്നൊരു പ്രതീക്ഷയാണ് KSEBയ്ക്കും അതുപോലെ തന്നെ വൈദ്യുതി വകുപ്പിനുമുള്ളത്. എന്തായാലും നിലവിലെ ഈ സാഹചര്യം തുടർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എത്ര ദിവസത്തേക്കായിരിക്കും ഈ അനിശ്ചിതത്വം തുടരുക അല്ലെങ്കിൽ ഈ ലോഡ് ഷെഡിംഗ് അല്ലെങ്കിൽ കേരളം ഇരുട്ടിൽ തുടരുക എന്നൊരു വ്യക്തത ഇതുവരെയും ഇല്ല. എന്തായാലും ഇതിനെ അതിജീവിക്കാനുള്ള ശ്രമങ്ങൾ വൈദ്യുതി മന്ത്രിയുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമ്പോഴും അതൊന്നും പോരാ, അല്ലെങ്കിൽ ഈ പോരായ്മകൾ പരിഗണിക്കും. കാരണം വൈകുന്നേരം 6 മുതൽ 12 മണി വരെ സമയങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ വീടുകളിലും അതുപോലെ തന്നെ ചെലവഴിക്കുന്നത്. ഈ സമയങ്ങളിൽ വൈദ്യുതി ഉപയോഗം ഉപഭോക്താക്കളും കുറയ്ക്കണമെന്ന് വൈദ്യുതി വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് എന്തായാലും ഇത്തരത്തിൽ ഈ പ്രതിസന്ധിയെ മറികടക്കാനുള്ള തീവ്ര പരിശ്രമം വകുപ്പിന്റെ ഭാഗത്തുണ്ടാകുമ്പോഴും ആ പ്രയത്നങ്ങൾ ഒട്ടും പോരാ, അല്ലെങ്കിൽ ആ പ്രയത്നത്തിലും പോരായ്മകളുണ്ട്, അനാസ്ഥയുണ്ടായിട്ടുണ്ട്. അതാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് നാടിനെ തള്ളിവിട്ടതെന്നാണ് ഉയർന്നു വരുന്ന വിമർശനമൊക്കെയും. നിമിഷ, ശരി, എന്തായാലും എത്ര ദിവസത്തേക്കാണ് ഈ വൈദ്യുതി പ്രതിസന്ധി എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ.